ഹലോ, നമസ്കാരം. ആദ്യം നല്ലൊരു ഐഡിയ ആണ്. എന്താണ് അതെ, ഇന്ന് നല്ലൊരു ദിവസമാണ്. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കാര്യം, ഇന്ന് വേറൊരു പടത്തിന്റെ പൂജ ഇന്ന് വൈകിട്ട് IMA ഹാളിൽ നടക്കുന്നുണ്ട്. ഞാൻ ഹീറോ ആയിട്ടുള്ള പടത്തിന്റെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഇതിന്റെ ഒരു സമയമൊക്കെ നോക്കിയപ്പോൾ ഇന്ന് വളരെ നല്ല ദിവസമാണ്, ഒരു സിനിമ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഗംഭീര സിനിമ ആവട്ടെ. പിന്നെ ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം മലയാള സിനിമ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്തിയ വർഷമാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും ഈ OTT-യിലൂടെയും അല്ലാതെയും ഒക്കെ മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുന്ന സമയമാണ്. അത്രയും നല്ല കോണ്ടന്റുകൾ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുന്നു, പുതിയ സംവിധായകരുണ്ടാകുന്നു, പുതിയ താരങ്ങളുണ്ടാകുന്നു. അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനാണ് ആദ്യത്തെ സല്യൂട്ട്, പ്രൊഡ്യൂസർക്കാണ് ആദ്യത്തെ സല്യൂട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർക്കും. അപ്പോൾ പിന്നെ ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേർക്കും പുതിയ, എനിക്ക് തോന്നുന്നു കുറേ ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾ തന്നെയല്ലേ. ഈ പടത്തിൽ ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ പടത്തിന്റെ കാര്യം പറഞ്ഞത് ഈ വാഴ നരയുമ്പോൾ ചീര തന്നെയാണല്ലോ, അതങ്ങനെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, ഞങ്ങളുടെ വലിയ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് അസോസിയേറ്റ് അല്ലേ, അങ്ങനെ പറയാമല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ. അതെ, സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള കലാഭവൻ മധു സാർ ഒന്ന് വന്ന ഫ്രണ്ടിലൊന്ന് മധു സാറിനെ ഒന്ന് പരിചയപ്പെടുത്തില്ല. വാ ഇവിടെ ഫ്രണ്ടിൽ മീഡിയയുടെ മുമ്പിൽ കൊല്ലാനൊന്നുമില്ല. വാ, ഇതാണ് കലാഭവൻ മധു. മസാറിന്റെ ഒരുപാട് പരിചയപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ട്. മസാർ സ്റ്റേജിലേക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലേ ധർമ്മേട്ട, എന്തായാലും കുറെ നാൾക്ക് ശേഷം കിട്ടിയതാ, വാങ്ങിണ്ട്. ഇതാണ് കലാഭവൻ മധു. വർഷങ്ങളായിട്ട് കലാഭവനിൽ മിമിക്രി, അതായത് ഒരുപാട് കുട്ടികളെ, എനിക്ക് തോന്നുന്ന ഒരു 5000-ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 10,000-ന് മുകളിൽ കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുകയും അവരെ മുന്നണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. വർഷങ്ങളായിട്ട് കോമഡി, അതായത് സിനിമാല എന്ന പ്രോഗ്രാമിൽ എഴുതിയിരുന്ന ആളാണ്. നമ്മളുടെ എല്ലാവരെയും അറിയാവുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിന്റെ റൈറ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് ബഡായി ബംഗ്ലാവ് എന്റെയും അധ്യാപകനാണ്. എന്നെ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന റൈറ്റർ എന്ന് പറഞ്ഞത് പോലും ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്. കാരണം ആദ്യമായിട്ട് എന്നോട് പേപ്പർ മടക്കി ലെഫ്റ്റ് സൈഡിൽ സിറ്റുവേഷൻ, റൈറ്റ് സൈഡിൽ ഡയലോഗ് എന്ന് പറഞ്ഞു തന്ന എൻ്റെ അധ്യാപകനാണ് മധു സാറ്. അദ്ദേഹം വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വേദിയിൽ വന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് വേദിയിലേക്കാനും അതുപോലെ വെടിക്കെട്ടെന്നുള്ള സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്തു. മധു സാറിന് ഒരുപാട് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് കേട്ടോ, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അത് ആരൊക്കെയാണെന്ന് മധു സാർ തന്നെ പറയും. അപ്പോൾ എന്തായാലും മധു സാറിനും വിളിച്ചതിന് മധു സാറെ താങ്ക് യു. ഇതേപോലെ നല്ലൊരു ഫംഗ്ഷൻ, നല്ല ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ 2 ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോക്കുള്ള ഫുള്ള് ആളായിട്ടാണ്. ഇത് ബാക്കി നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിപിൻ ചേട്ടാ. അതുപോലെ വൈകിട്ടത്തെ ചേട്ടന്റെ മൂവിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.